ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പണ്ടത്തെ നൊസ്റ്റാൾജി ആയിട്ടുള്ള പുളിക്കൂട്ടാനോ പിന്നെ ഉള്ളിക്കൂട്ടാനോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഞ്ഞിക്കൂട്ട ഭയങ്കര രസമാണെന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇന്ന് നമ്മളോട് ചോദിച്ചു ഇന്ന് വ്ളോഗിൽ നമുക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചു. അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെന്ന് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഒരു കുപ്പി വിനാഗിരി, കുപ്പിയൊന്നും വേണ്ടേ, നമുക്ക് വേണ്ടിയിട്ട് മതി. പിന്നെ ഉപ്പ്, പുളി, എന്താ പറയുക ഒനിയൻ, പിന്നെന്താ ചില്ലി, 2 ബൗൾസ് നമുക്കെൻ്റെ ആവശ്യമുണ്ട്. ഫസ്റ്റ് ഉള്ളി കൂട്ടാനാണ് ഉണ്ടാക്കണേ. നമുക്ക് നേരെ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ എടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ടു. അപ്പം ആ ബൗളിത്തിരി ചെറുതായിപ്പോയി. നമുക്ക് അടുത്തത് വിനാഗിരി വയ്ക്കണം. അത് ഇത്തിരി സൂക്ഷിച്ച് വയ്ക്കേണ്ട സാധനമാണ്. ഇത്ര മതി, ഹാഫ് ഇട്ടോ. അതിൻ്റെ നേരെ സാൾട്ട് പിന്നെ വീണു അതായത് എടുത്തിട്ട് സാൾട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി മിക്സ് ചെയ്ത് സാൾട്ട് ഇനി വേണം നമുക്ക് ലാസ്റ്റ് ഇതാക്കാം. ഇത് ഇത്തിരി ഏറിപ്പോയി തോന്നുന്നു. നമ്മളത് വിനാഗിരി കുറച്ചും കൂടി ഉള്ളിട്ടിരുന്നെങ്കിൽ ഗൈസ് വിനാഗിരി ഇത്തിരി ഏറിപ്പോയി. ഹെൽത്ത് അത്ര നല്ലതല്ല, എപ്പോഴേലും കഴിക്കട്ടോ ഗൈസ്. വിനാഗിരി ഇത്തിരി കൂടിപ്പോയി ഇതിൽ. അപ്പോൾ വിനാഗിരി അത്ര നല്ലതല്ല ഹെൽത്തിന്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം, എപ്പോഴേലും കഴിക്കട്ടോ. അങ്ങനെ ഉള്ളിക്കുട്ടൻ റെഡി. ആകെ ഇത്തിരി ഇൻഗ്രീഡിയൻസ് മതി. എത്രയായി? ഇതായി ഉള്ളിയായി, ഇതായി 4 ആയിട്ടുണ്ട്. അങ്ങനെ സാൾട്ട് കൂട്ടി. അപ്പോൾ 4 ഇൻഗ്രീഡിയൻസോട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അത്ര ഈസിയായിട്ടുള്ളൊരു കൂട്ടാനായി. നെക്സ്റ്റ് അപ്പം നമുക്ക് അത് കാണാൻ വേണ്ടി പോകാം. അപ്പം നമ്മൾ പുളി ചെയ്യാം. അത് എല്ലാവർക്കും അറിയാം, അത് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അടുത്ത് പുളിയാണ് ഉണ്ടാക്കണേ. അത് എല്ലാവർക്കും അറിയാം, പക്ഷെ നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. പണ്ടത്തെ നൊസ്റ്റാൾജിയാണ്. ഫസ്റ്റ് നമുക്ക് പുളി ഇടണം. പുളിയല്ലേ മെയിൻ താരം. അത് ഉപ്പ്, ഇതിന് വല്ലാതെ വേണ്ടി വരില്ല. പുളി ഭയങ്കര പുളിയുള്ള സാധനമാണ്. അതുകൊണ്ട് ഉപ്പ് കൂടിയാൽ നമുക്ക് ഭയങ്കര പുളിയാണ്. അടുത്തത് ചില്ലി പൗഡർ. ചില്ലി പൗഡർ ഇതിലോട്ട് മാത്രമായിട്ട് എടുത്തതാണ്. എല്ലാ കുട്ടികൾക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞ കൂട്ടാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഏത് ഏജിലുള്ളതായാലും എന്നാലും നമ്മൾ കുറച്ച് വെക്കുള്ള റെഡിയില്ലേ? റെഡിയാണ്. ഇത് സ്പൂണോട് വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം നല്ല ക്ലീൻ ചെയ്യാം. കൈ യൂസ് ചെയ്യാൻ പറ്റില്ല, കേകിയിട്ട് യൂസ് ചെയ്യണം. നിങ്ങളോട് ഞാൻ പറയുന്ന ഇടയിൽ ഫ്ലോ മാറി. ആർക്കൊക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ടാണെന്ന് പറയണേ. കുറേ വട്ടം ഉണ്ടായിരുന്നു ഉണ്ടാക്കുന്ന ഇടയിൽ. അപ്പോൾ ഞാൻ കഞ്ഞി ഇട്ട് വന്നിട്ടുണ്ട്. അത് മിക്സ് ചെയ്യലും കഴിഞ്ഞു.
അപ്പോൾ കഞ്ഞി തിന്നിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ടും കഴിഞ്ഞ് ഞങ്ങൾക്ക് ടേസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് ആണ് ചെയ്യാറോ. ഇത് എടുത്തിട്ട് ഒരു കടി അടിക്കാം. നൈസ്. ഇതൊന്നും സൂപ്പറാണ്. സ്പൂണിൻ്റെ ആവശ്യം നമുക്ക് മലയാളിയിൽ. ഇതൊന്നും സൂപ്പറാണ്. സ്പൂണിൻ്റെ ആവശ്യം നമുക്ക് മലയാളിയിൽ കിട്ടുന്നില്ല. അപ്പോൾ രണ്ട് നല്ല കോമ്പിനേഷൻ ഉണ്ട് കഞ്ഞി കൂട്ടുമ്പോൾ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.